മെൻസ്ട്രൽ കപ്പ് നല്ലയാണോ ചീത്തയാണോ? എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം മെൻസ്ട്രൽ കപ്പിന്റെ അപകടങ്ങൾ മാത്രം എന്ന് പറയണായിരിക്കും ഇപ്പൊ ശരി. സോഷ്യൽ മീഡിയയിൽ ഫുൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻസ്. മെൻസ്ട്രൽ കപ്പ് നല്ലയാണോ ചീത്തയാണോ, അത് വരുമോ ഇത് വരുമോ, കേൾക്കുന്നവർ ആകെ കൺഫ്യൂസ്ഡ് ആയി. എല്ലാവർക്കും സ്വന്തമായിട്ട് ചാനൽസ് ഉണ്ട്, എല്ലാവർക്കും എക്സ്പീരിയൻസസ് പറയാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ആരും പറയുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണുന്നു. അപ്പോൾ കരുതി ഒരു വീഡിയോ അങ്ങ് ചെയ്തേക്കാം. മെൻസ്ട്രൽ കപ്പിനെ പറ്റി ആധികാരികമായി പറയാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും എക്സ്പീരിയൻസസ് പറയാതെ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ആ ചാനലിലുള്ളതെല്ലാം ഇൻസ്റ്റാഗ്രാം റീൽ ഞാൻ ജസ്റ്റ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് കഴിയുന്നത്ര നിങ്ങൾ അറിയാത്ത ആൾക്കാർക്ക്, മെൻസ്ട്രൽ കപ്പിനെ പറ്റി കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാനും കൂടി സഹായിക്കുക. ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് വരുന്നത് മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗമോ അതിന്റെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ എടുക്കാം, എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അതിൽ പറഞ്ഞ് സമയം കളയുന്നില്ല. ചില മിസ്കൺസെപ്ഷൻസ്, മറ്റു യൂട്യൂബ് ചാനൽസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിരിക്കുന്നതിനുള്ള എക്സ്പ്ലനേഷൻ, അത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെൻസ്ട്രൽ കപ്പിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള 2 വീഡിയോസ് ആണ് ഞാൻ ഞാൻ യൂട്യൂബിൽ അധികം യൂസ് ചെയ്യാറില്ല. ഇത് തന്നെ എനിക്ക് ഓരോരുത്തർ അയച്ചു തന്നിട്ട് കണ്ട വീഡിയോസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മദേഴ്സ് ചാനലിലെ പ്രിയയുടെ വീഡിയോ ആയിരുന്നു. അതിന് എനിക്കത് കണ്ട് ഭയങ്കര ദേഷ്യം വന്നു. കാരണം അത്രയും അതിൽ പറയുന്നത് എല്ലാം മണ്ടത്തരങ്ങളായിരുന്നു. ഒരു കറക്റ്റായിട്ടെന്ന് പറയാവുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. അത് മാത്രമല്ല, അവരതെല്ലാം അതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് സ്ഥാപിക്കുകയും എല്ലാവരെയും പിടിച്ച് പാനിക്കാക്കി ഇനി അത് യൂസ് ചെയ്യേണ്ട, നിങ്ങളത് പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയാൻ മാത്രം എന്ത് അധികാരമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ ഒരു കുഞ്ഞു റീലാണെങ്കിലും അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അതിന് ഡോക്ടർ ചെയ്ത ഒരു റിപ്ലൈ ആയിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഒരു ബാക്ക് ഫ്ലോനെ പറ്റി പറഞ്ഞു. സെർവിക്സിൽ നിന്ന് മുകളിലോട്ടുള്ള ബാക്ക് ഫ്ലോ, ഒരിക്കലും സംഭവിക്കാത്ത ബാക്ക് ഫ്ലോനെ കുറിച്ചും എൻഡോമെട്രിയോസിസ് ഉണ്ടാവുന്നത് അങ്ങനെയല്ല എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ചുരുക്കത്തിൽ പറയാം, ഒരിക്കലും മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് എൻഡോമെട്രിയോസിസോ ഫൈബ്രോയിഡോ സിസ്റ്റോ PCOSോ ഹോർമോൺ ചേഞ്ചസോ ഇതൊന്നും ഒരു ബ്ലഡ് കളക്ട് ചെയ്യുന്ന സാധനം കൊണ്ട് വരില്ല. ബാക്ക് ഫ്ലോ വരില്ല. ഇതൊന്നും മെൻസ്ട്രൽ കപ്പിന്റെ 7 അയലത്ത് വരുന്ന സൈഡ് എഫക്ട്സ് അല്ല. പിന്നെ അതിലെന്തോ ബ്ലഡ് സെല്ല് പൊട്ടി ഗ്രോത്ത് വരിക, ഇത് ഡോക്ടേഴ്സ് പോലും കേൾക്കാത്ത ഗ്രോത്ത് ഒക്കെയാണ് അവർ പറയുന്നത്. അവരൊരു സ്റ്റഡിയോ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് വെറുതെ അവരുടെ നിഗമനങ്ങൾ പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുക മാത്രമായിരുന്നു. ആ വീഡിയോ എനിക്കിവിടെ മെൻഷൻ ചെയ്യാനേ താല്പര്യമില്ല. അത്രയ്ക്ക് മോശം വീഡിയോ ആയിരുന്നു. പക്ഷെ രണ്ടാമത് പറഞ്ഞ ജോസ്മിയുടെ വീഡിയോക്കാണ് ഞാൻ മെയിനായിട്ട്, അത് മദർഹുഡ് ചാനൽ പറയുന്ന വീഡിയോസിൽ ജോസ്മി ഫസ്റ്റ് തന്നെ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, എനിക്ക് ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായി, ഞാനിതൊന്നും മെൻസ്ട്രൽ കപ്പിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറയുന്നില്ലേ, ഇനി നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾക്ക് ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഇനി ഏതെങ്കിലും ഡോക്ടേഴ്സ് പറയൂ ഇതൊക്കെ അതുകൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഒരു സേഫ് സോൺ എടുത്തിട്ട് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടപ്പോൾ എനിക്കങ്ങനെ ദേഷ്യമൊന്നും തോന്നിയില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ആർക്കും, നമ്മൾ മലയാളികൾക്ക് സ്വന്തം എക്സ്പീരിയൻസ് പറയാനുള്ള പ്ലാറ്റ്ഫോം ആണല്ലോ യൂട്യൂബ്. ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ. പക്ഷേ അവരുടെ നിന്ന് താഴെ വന്ന എക്സ്പീരിയൻസസും കമൻസും എല്ലാം കണ്ടപ്പോൾ ആൾക്കാരെല്ലാം പാനിക്കായി. ഇതെല്ലാവർക്കും ഉള്ളതാണോ അങ്ങനെയാണോ എന്ന് സംശയിച്ചു. പിന്നെ അതിന് എക്സ്പ്ലനേഷൻ വീഡിയോ ചോദിച്ചു. എക്സ്പ്ലനേഷൻ വീഡിയോ എനിക്ക് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാനൊരു വലിയൊരു എക്സ്പ്ലനേഷൻ എൻ്റെ താഴെ കൊടുത്തു. ആ എക്സ്പ്ലനേഷൻ ഒന്ന് മുഖവിലേക്ക് എടുക്കുകയോ അത് കൺസിഡർ ചെയ്യുകയോ പോലും ചെയ്യാതെ വീണ്ടും മെൻസ്ട്രൽ കപ്പിന്റെ വീഡിയോസ് വന്ന് തുടങ്ങിയപ്പോൾ എല്ലാവരും ഇതൊരു മോശം സാധനമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു ശ്രമം തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. കാരണം ആ വീഡിയോസിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്, വീണ്ടും ജോസ്മി ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ അതിന് ഡോക്ടേഴ്സിനെയും കൂടെ കൂട്ടുപിടിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞാൽ ആ പ്രശ്നം അങ്ങോട്ട് തീരുമല്ലോ എന്ന് തോന്നിപ്പോയത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസസ് വെച്ചിട്ട് ഒരു സാധനത്തിനെ മോശമാക്കി സ്ഥാപിക്കാൻ പാടില്ല. ഈ മെൻസ്ട്രൽ കപ്പ് നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് ഒക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഓൾമോസ്റ്റ് 10 years ഒക്കെ ആയോ? 7 to 8 years ആയിട്ടൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ഇത്രയും പോപ്പുലർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ യുഗമൊക്കെ ഇത്രയും വന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ഇടയിൽ ഇത്രയും പോപ്പുലറായി. യങ് ഗേൾസ്, അഡോളസെന്റ് ഗേൾസ് ഒക്കെ യൂസ് ചെയ്ത് അത്രയും മുന്നോട്ട് വന്നു. എന്നാൽ
നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ വിദേശങ്ങളിൽ എത്രയോ നാളായിട്ട് ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നത്. മലയാളികൾക്ക് ഒരു തോന്നലുണ്ട്, നമുക്ക് ഭയങ്കര എഡ്യൂക്കേഷനാണ്, നമുക്ക് നല്ല ലിറ്ററസി ലെവലാണ്, മറ്റുള്ളവരെക്കാളും അറിവ് നമുക്കുണ്ട്, നമുക്കുള്ളാവുന്ന അറിവുകളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് എപ്പോഴും ഈ ചാനലിന്റെ മുകളിൽ ഒരു തലക്കെട്ടുണ്ടാവും, ഐ എം ഷെയറിങ് മൈ എക്സ്പീരിയൻസസ്. അതൊരു എപ്പോഴും ഒരു സേഫ് വേർഡാണ്. എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുള്ള ചാനൽ ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് കാണുന്ന മറ്റു മലയാളികളുടെ കാര്യമോ? എക്സ്പീരിയൻസസ് ആണ് സയൻസ് എന്നുള്ള ഒരു ധാരണയാണ് പൊതുവേ മലയാളികൾക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന വിഭാഗവും ഈ ദ സോ കോൾഡ് മലയാളീസ് തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ട കാര്യം, എക്സ്പീരിയൻസ് ഇസ് നോട്ട് സയൻസ്, ഓൺലി എക്സ്പെരിമെന്റ് ഇസ് സയൻസ്. നിങ്ങൾ ഈ മെൻസ്ട്രൽ കപ്പ് ഇപ്പൊ നമ്മൾ കുറെ പേര് യൂസ് ചെയ്തു, ഈ ചാനലുകളുടെയൊക്കെ താഴെ കാണുന്ന കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഇത്രയും അധികം സൈഡ് എഫക്റ്റ് മെൻസ്ട്രൽ കപ്പിന് ഉണ്ടായിരുന്നോ, അയ്യോ ഇനി നാളെ തൊട്ട് ഞാനിത് യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ് കാണുമ്പോൾ ചിരിയാണ് വരാറ്. നമ്മൾ ഈ മലയാളികൾ ഇവിടെ മെൻസ്ട്രൽ കപ്പ് ഒരു 7-8 വർഷമായിട്ട് യൂസ് ചെയ്തു. 7-8 വർഷമൊന്നും ഉണ്ടാവില്ല, പലരും ഒരു 2 to 3 years ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഒക്കെ യൂസ് ചെയ്തപ്പം എല്ലാവർക്കും വരുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്ന തോന്നലുകൾ, അത് സൈഡ് എഫക്ട്സ് ആണെന്നോ അങ്ങനെ ഉണ്ടെന്നോ പ്രൂവ് ചെയ്തിട്ടുള്ള എത്ര പേര് ഈ കമന്റ് സെക്ഷനിൽ ഉണ്ട് എന്നുള്ളത് നോക്കണം. എനിക്ക് യൂട്രസ് താഴ്ന്നു വരുന്ന പോലെ തോന്നി, എനിക്കത് തോന്നി, എനിക്കിത് തോന്നി, എനിക്കിങ്ങനെ തോന്നി, തോന്നലുകൾ ഒരിക്കലും സത്യമല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ കൺഫേം ചെയ്തിട്ടുണ്ടോ? ഇനി നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സംഭവം ആദ്യമായി മലയാളികൾ യൂസ് ചെയ്തു, അവർ 3-4 വർഷം യൂസ് ചെയ്തപ്പോൾ സൈഡ് എഫക്ട്സ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി സൈഡ് എഫക്റ്റ് എല്ലാം കൂടെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറഞ്ഞു, അപ്പൊ ഇത്രയും പേർക്ക് ഈ സൈഡ് എഫക്റ്റ് ഉണ്ട്, ശരി നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഒരു സാധനം യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാതിരിക്കുന്നതും. എന്ത് സംഭവമാവട്ടെ, ഒരു മെഡിസിൻ ആവട്ടെ, ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആവട്ടെ, ഒരു മാർക്കറ്റിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത്, അതിന് എന്തെല്ലാം സ്റ്റഡീസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ? ഈ മെൻസ്ട്രൽ കപ്പിനെ പറ്റി എത്രമാത്രം റിസർച്ചുകളും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഒരു സംഭവം ഒരു ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇതിനു മുമ്പ് എത്രയോ ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അല്ലാതെ നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, നമുക്ക് മാത്രമല്ല സൈഡ് എഫക്ട്സ് ഉള്ളത്. ഇനി സൈഡ് എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഏത് വസ്തു എടുത്താലും എന്ത് സംഭവം എടുത്താലും അതിനൊരു എഫക്റ്റും ഉണ്ടാവും, സൈഡ് എഫക്റ്റും ഉണ്ടാവും. ഈ സൈഡ് എഫക്റ്റ് കുറഞ്ഞ് എഫക്റ്റ് കൂടുമ്പോഴാണ് ആ വസ്തുവിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാവുന്നത്. അതും സൈഡ് എഫക്റ്റ് ഇത്ര പെർസെൻറ്റേജിൽ താഴെ ആയിരിക്കണം എന്നുണ്ട്. മൊത്തമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഇത്ര ആൾക്കാർക്ക് വളരെ കുറച്ച് സൈഡ് എഫക്ട്സ് മാത്രം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഏറ്റവും ബെസ്റ്റ് വസ്തുക്കളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് മെൻസ്ട്രൽ കപ്പ്. ഇതിനെപ്പറ്റി എത്രയോ പഠനങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പഠനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ചില സൈഡ് എഫക്ട്സുകളും കാര്യങ്ങളും ചിലപ്പോൾ ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഒരു വാസ്റ്റ് സ്റ്റഡിയിൽ ഒരുപാട് പേർക്ക് കണ്ടെത്തിയാൽ ഉപയോഗിച്ച 50% കൂടുതൽ ആൾക്കാർക്ക് ഈ മെൻസ്ട്രൽ കപ്പ് കൊണ്ട് തന്നെയാണ് അത് എന്ന് പ്രൂവ് ചെയ്താൽ ഒരു പക്ഷേ ഈ പ്രൊഡക്റ്റിന്റെ യൂസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ 500 പേര് യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിൽ 3 പേർക്ക് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞാൽ അത് മെൻസ്ട്രൽ കപ്പ് കൊണ്ടാണ് എന്ന് കൺഫേം ചെയ്യാതെ, ആ പ്രോബ്ലം ഉണ്ട് എന്ന് കൺഫേം ചെയ്യാതെ ഒരിക്കലും അത് അതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് സയൻസ്, എക്സ്പീരിയൻസസ് അല്ല സയൻസ്. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഡിസ്കഷനിലേക്ക് പോവാം. ആദ്യമായിട്ട് ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നു. എൻ്റെ അടുത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഈ ഡോക്ടർ എന്നുള്ളത് ഒരു വേഗ് ടേം ആണ്. എന്ത് ഡോക്ടർ ആണെന്നുള്ളത് എവിടെയും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഈ വാക്ക് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പിനെ പറ്റി പറയാൻ ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന ഡോക്ടേഴ്സ് ആരാണ്? എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒരു ഡോക്ടറും അവരുടെ സിലബസിൽ മെൻസ്ട്രൽ കപ്പ് എന്നൊരു ചാപ്റ്ററിനെ പറ്റി പഠിക്കുന്നില്ല. ഒരു ഗൈനക്കോളജിസ്റ്റ് പോലും മെൻസ്ട്രൽ കപ്പിനെ പറ്റി പഠിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെയുള്ള മറ്റു ഡോക്ടേഴ്സ്, വേറെ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിക്കാറുണ്ട്, മെൻസ്ട്രൽ കപ്പ് കുഴപ്പമില്ലല്ലോ, യൂസ് ചെയ്യാവോ? അപ്പൊ അവർക്ക് പോലും പറയാൻ പറ്റില്ല മെൻസ്ട്രൽ കപ്പിന്റെ ഡൗട്ട്സ് ചോദിച്ചാൽ. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ ഹോമിയോ ഡോക്ടർ ആവാം, ആയുർവേദ ഡോക്ടർ ആവാം, അലോപ്പതി ആവാം, ഈവൻ നാച്ചുറോപ്പതി ആവാം. ഇവരെല്ലാവരും നിങ്ങൾ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഡോക്ടേഴ്സിനെല്ലാം ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെയും ഇത്തിരിയെങ്കിലും മെൻസ്ട്രൽ കപ്പിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നത് ഗൈനക്കോളജിസ്റ്റുകൾക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് വെജൈനക്കകത്താണെന്നും ആ വെജൈനയുടെ അനാറ്റമി, ഫിസിയോളജി, ചൈൽഡ് ബർത്ത് ചെയ്യുമ്പോൾ അതിനെന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു, പെൽവിക് ഫ്ലോറിനെ പറ്റി, അതിൽ നമ്മൾ
കൂടുതൽ ടൈം നമ്മൾ വിരലിട്ട് പരിശോധിക്കുന്നത് കൊണ്ട് അതിന് വരുന്ന ചേഞ്ചസ്, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ PV നോക്കിയിട്ടുള്ള ഫൈൻഡിങ്സ്, ഇതെല്ലാം നമുക്ക് നാച്ചുറൽ എക്സ്പീരിയൻസസ് വഴി കൂടുതൽ കാണുന്നത് ഗൈനക് ആയതുകൊണ്ടും ആ പ്രൊഡക്റ്റ് നമ്മുടെ ബോഡിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ആധികാരികമായി പറയാൻ പറ്റുന്നത് ഗൈനക്കോളജിസ്റ്റുകൾക്കാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഗൈനക്കോളജിസ്റ്റുകൾക്ക് തന്നെയല്ലേ. ഗൈനക്കിനെ കാണിച്ചപ്പോൾ അത് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാം. നിങ്ങളൊരു ഗൈനക്കിനെ കാണിക്കുന്നു, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ പ്രശ്നങ്ങൾ 2 കാരണങ്ങൾ കൊണ്ടാണ്. 1, മെൻസ്ട്രൽ കപ്പിന്റെ പ്രശ്നം. 2, നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാത്തത്? എല്ലാവരും സെയിം അല്ല, എല്ലാ ആൾക്കാരുടെയും ബോഡി സെയിം അല്ല, എല്ലാ ആൾക്കാരുടെയും ലൈഫ് സ്റ്റൈൽ സെയിം അല്ല, ഹൈജീൻ സെയിം അല്ല. അപ്പോൾ ഒരു ഫോറിൻ ബോഡി നമ്മുടെ മേൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് കണ്ടീഷനാണ്. അപ്പൊ ചില സംഭവങ്ങൾ ചില ആൾക്കാർക്ക് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയാറില്ലേ. എല്ലാവരുടെ ബോഡിയും ഒരുപോലെ ഇരിക്കണം എന്നൊന്നുമില്ല. ചില സംഭവങ്ങൾ ചേരില്ലായിരിക്കും. അത് ചേരാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവം ഫ്ലെയർ ചെയ്യുന്നത്, നിങ്ങളുടെ കുഴപ്പമാവാം, മെൻസ്ട്രൽ കപ്പിന്റെ കുഴപ്പമില്ല, എന്നാൽ നിങ്ങളത് യൂസ് ചെയ്യണ്ട എന്ന് പറയുന്നവരുണ്ടാവും. ഇതൊന്നും കൂടുതൽ മനസ്സിലാക്കാതെ അത് മെൻസ്ട്രൽ കപ്പ് ഡോക്ടർ പറഞ്ഞു യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയണത് എവിടുത്തെ ന്യായമാണ്? ഇനി ഓരോ പ്രോബ്ലം ആയിട്ട് എടുക്കാം. മെൻസ്ട്രൽ കപ്പ് വന്നിട്ട് ഇൻഫെക്ഷൻ വരുമോ? ഒരിക്കലുമില്ല. മെൻസ്ട്രൽ കപ്പ് ഇൻഫെക്ഷൻ വളരെയധികം കുറയ്ക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ ബോഡിയിൽ എല്ലാ മാസവും ഒരു 5 to 6 days പീരീഡ് ഉണ്ടാകുന്നു. പീരീഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ വെജൈന ഒരു അസിഡിക് pH മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കനാലാണ്. അതിലൂടെയാണ് ഈ ഫുൾ ആൽക്കലൈൻ pH ഉള്ള ബ്ലഡ് ഒഴുകി വരുന്നത്. അവിടുത്തെ ആസിഡിക് pH കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ബാക്ടീരിയ കയറി വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ് ടൈമിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താലും നമ്മുടെ വെജനയുടെ pH കംപ്ലീറ്റ്ലി മാറുവാണ്. എന്തായാലും ഇൻഫെക്ഷൻസ് അത് കഴിയുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഹൈജീൻ യൂസ് ചെയ്യണം. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഇൻവെന്റ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ് എന്താണ്? അതൊരു അബ്സോർപ്ഷൻ ഡിവൈസ് അല്ല, അതൊരു കളക്ഷൻ ഡിവൈസ് മാത്രമാണ്. നേരെ മറിച്ച് ടാമ്പൻസ് ഒക്കെ ഇവിടെ ഇത്രയും ആൾക്കാർക്ക് അറിയുമെന്ന് പോലും എനിക്കറിയില്ല. ടാമ്പൻസ് ഒക്കെ വെജനയുടെ അകത്തേക്ക് നമ്മൾ കയറ്റി വെക്കുമ്പം അതൊരു അബ്സോർപ്ഷൻ ഡിവൈസ് ആണ്. ബ്ലഡ് അബ്സോർബ് ചെയ്ത് സൈഡിലെ മ്യൂക്കോസയിലും ഒക്കെ ആ ഒരു ബ്ലഡിന്റെ ബേസിക് pH മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ കുറച്ചേരം ഇരിക്കുമ്പോഴാണ് ഈ ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലത്തെ സൈഡ് എഫക്ട്സ് ഒക്കെ കൂടുതൽ കാണുന്നത് ടാമ്പൻസിനാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ആൻ അബ്സോർപ്ഷൻ ഡിവൈസ്. വേറാസ് ഇതിന്റെ എല്ലാ പ്രോബ്ലംസും ബ്ലഡ് വെജനയുടെ അകത്തുകൂടെ ഒഴുകി വന്ന് വെജനൽ മ്യൂക്കോസയിലെ pH മാറ്റാതിരിക്കാനും സൈഡിൽ അബ്സോർബ് ചെയ്ത് അവിടെ തട്ടാതിരിക്കാനും എല്ലായിട്ട് ഈ ബ്ലഡ് ജസ്റ്റ് സർവിക്സിൽ നിന്ന് ഒഴുകി വരുമ്പോൾ കളക്ട് ചെയ്ത് വെക്കുക. വെജനയുടെ മ്യൂക്കോസയിൽ ഒന്നും ഈ ബ്ലഡ് അധികം തട്ടുന്നില്ല, അവിടുത്തെ pH മാറുന്നില്ല, ഓർഗാനിസം വരാനുള്ള സാഹചര്യം മാക്സിമം ഒഴിവാക്കുകയാണ്. അത് മാത്രമല്ല പുറത്തേക്ക് ഒഴുകി ഈ പാഡിൽ സോക്ക് ചെയ്ത് നമ്മുടെ ഈ വൾവൽ ജെനിറ്റാലിയ റീജിയനിലൊക്കെ ഈ ബ്ലഡ് നനവ് എല്ലാം നിന്ന് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും എല്ലാം കുറയ്ക്കുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. ഇതിനകത്ത് ജസ്റ്റ് ബ്ലഡ് ഇങ്ങനെ പൂൾ ചെയ്ത് വെക്കുന്നു. അപ്പൊ പലരും പറഞ്ഞു ഈ ബ്ലഡ് അകത്ത് ശേഖരിച്ച് വെക്കുന്നത് ഒരു പ്രശ്നമല്ലേ? ആരാണ് അകത്ത് ശേഖരിച്ച് വെച്ചത്? മെൻസ്ട്രൽ കപ്പിന്റെ അകത്താണ് ശേഖരിച്ച് വെച്ചത്, വെജനയുടെ അകത്തല്ല. വെജനയുടെ അകത്ത് ബ്ലഡ് തട്ടുന്ന പോലുമില്ല. അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യാത്ത കാലത്ത് പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങും അല്ലെ? രാത്രി കിടന്നുറങ്ങുമ്പോൾ യൂട്രസിനകത്ത് ഈ ഷെഡ് ചെയ്ത ബ്ലഡ് ചിലപ്പോൾ പൂളായി കിടക്കുന്നുണ്ടാവും 5 to 6 hours. മലന്നൊക്കെ കിടക്കുമ്പോൾ, ചെരിഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ അതെല്ലാം കൂടെ പെട്ടെന്ന് ഇങ്ങനെ ആ ഗ്രാവിറ്റി ഇഫക്റ്റിൽ താഴത്തേക്ക് വരുന്നത് ഫീൽ ചെയ്തിട്ടില്ലേ? ചിലപ്പോൾ വെജൈനയിലായിരിക്കും ഇതിങ്ങനെ പൂൾ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ 6 to 8 hours വെജൈനയുടെ അകത്ത് ബ്ലഡ് പൂളായി കിടക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ ആ പ്രശ്നം ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെയാണ് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കൂട്ടാനുള്ള. അത്ര പോലും ഇല്ല ഒരു കപ്പിനകത്ത് ശേഖരിച്ച് വെക്കുന്നത്. വെജൈന ഒരിക്കലും ശരീരത്തിന്റെ അകമല്ല. പക്ഷെ ഇതിനെക്കൊണ്ട് ഇൻഫെക്ഷൻസ് എങ്ങനെ വരാം? ഒരുപാട് നേരം നമ്മൾ മാറ്റാതിരുന്ന 12 hours കൂടുതലൊക്കെ ചിലപ്പോൾ ഇതിങ്ങനെ പൂൾ ചെയ്തിരുന്ന ബ്ലഡ് ഒരു ഗുഡ് മീഡിയം ആണ്. അപ്പോഴും ഒരു ഇൻഫെക്ഷൻ അതുകൊണ്ട് വരില്ല. ഓൾറെഡി അവിടെ ഒരു ബാക്ടീരിയ വന്ന് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ വെജനയുടെ അത്ര ക്ലീൻ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഫ്ലെയർ ചെയ്യാം. അപ്പൊ മെൻസ്ട്രൽ കപ്പ് കൊണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യത വളരെ 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 കുറവാണ്. ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് യൂസിങ് മെൻസ്ട്രൽ കപ്പ്. ഇനി ഇൻഫെക്ഷൻസ് മെൻസ്ട്രൽ കപ്പ് വെച്ച് വരുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ അൺഹൈജീനിക് പ്രാക്ടീസ്. ഒന്നുകിൽ നിങ്ങൾക്ക് അൺട്രീറ്റഡ് ആയിട്ട് ഉള്ള ഇൻഫെക്ഷൻസ് അകത്തുണ്ടായിരിക്കാം. ഒരു 70 to 80% ഓഫ് ദ
റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർക്ക് അൺട്രീറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ട് ബോഡിയിൽ. പല ആവശ്യങ്ങൾക്കായിട്ട് ഗൈനക്ക് OP വന്ന് നമ്മൾ PV ചെയ്യുമ്പോൾ പലരുടെയും സർവീസ് കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. ഇത്രയും ക്രോണിക് ഇൻഫെക്ഷൻസ് ഒന്നും നിങ്ങൾ അറിയുന്നില്ലേ? ബിക്കോസ് ഓഫ് ദി അൺഹെൽത്തി സെക്ഷൽ പ്രാക്ടീസസ്. മിക്കവാറും കോണ്ടം യൂസ് ചെയ്യാത്ത കാലങ്ങളായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി ഒക്കെ നമ്മുടെ സർവിക്സിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും ട്രീറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ അവിടെ കിടക്കുന്നിടത്തേക്ക് വീണ്ടും ഒരു മെൻസ്ട്രൽ കപ്പ് കൊണ്ടുവന്ന് വെച്ച് അത് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ശരിയാവാതെ അൺഹൈജീനിക് ആയിട്ട് കപ്പിലെ ഹൈജീൻ കുറവ് അല്ലെങ്കിൽ കയ്യിലെ ഹൈജീൻ കുറവ് ഇതൊക്കെ വരുമ്പോൾ ഫ്ലെയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ അത് മെൻസ്ട്രൽ കപ്പിന്റെ പ്രോബ്ലം ആണോ, നിങ്ങളുടെ പ്രോബ്ലം ആണോ? അതിന് കൂടെ തന്നെ ആ വീഡിയോയിൽ ജോസ്മി ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, നമ്മൾ നനവോടെ അകത്ത് കപ്പ് വെക്കുന്നത് കൊണ്ടാണോ ഇൻഫെക്ഷൻ വരുന്നത്? ഒരിക്കലും വെജൈനയുടെ അകത്ത് നനവോടെ വെക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വരില്ല. വെജൈന ഓൾറെഡി ഒരു നനവുള്ള അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലൂബ്രിക്കേഷൻസ് വഴി നനവ് കീപ്പ് ചെയ്യുന്ന ഒരു കനാലാണ്. അവിടെ നനവ് ഒരിക്കലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഈ നനവില്ലാതെ ഡ്രൈ ആയി സൂക്ഷിക്കണം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്, വൾവൽ ഏരിയയാണ്. അവിടെയാണ് നമ്മളിപ്പോൾ പാഡൊക്കെ സോക്ക് ചെയ്ത് പുറത്ത് മൂത്രമൊഴിക്കുന്ന ഭാഗത്തൊക്കെ നനവ് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് പിന്നെയും ഇൻഫെക്ഷൻസ് വരുന്നു, ഫ്ലെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവർ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കണ്ട് അവിടെ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ സർവീസ് ഓക്കെ ആണെന്ന് റൂൾ ഔട്ട് ചെയ്യുക. ഒരു കോഴ്സ് ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഒരു കോഴ്സ് വെജനൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഓറൽ ആന്റിബയോട്ടിക്സോ എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നെക്സ്റ്റ് ടൈം വീണ്ടും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് നോക്കൂ. ഹൈജീനിക് പ്രാക്ടീസസ് വെച്ച് യൂസ് ചെയ്ത് നോക്കൂ. ഇനിയും പിന്നെയും നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ചിലർക്ക് ചിലപ്പോൾ സ്യൂട്ട് ആവില്ല, എല്ലാവരുടെയും ബോഡി ഒരുപോലെ അല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ എല്ലാം അനുസരിച്ച് ഡിഫറൻസ് വരാം. അതിപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്താലും മെൻസ്ട്രൽ കപ്പ് മാറ്റി നിങ്ങൾ ഇനി പാഡ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് എന്തോ നിങ്ങൾ യൂസ് ചെയ്യൂ. അങ്ങനെയായിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അത് മെൻസ്ട്രൽ കപ്പിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എടുക്കരുത്. ഡോക്ടേഴ്സ് പറഞ്ഞത് മെൻസ്ട്രൽ കപ്പ് സൈഡ് എഫക്റ്റ് ആയതുകൊണ്ടല്ല, നിങ്ങൾക്കത് സ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി അടുത്ത ഡൗട്ടാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. മെൻസ്ട്രൽ കപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ യൂട്രൈൻ പ്രൊലാപ്സ് വരുമോ? ഇത് സ്ഥാപിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്ന പോലെ തോന്നി പല വീഡിയോസും കണ്ടപ്പോൾ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഡോക്ടേഴ്സാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് മാക്സിമം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഡോക്ടറുടെ വീഡിയോ, ഡോക്ടർ ബിനു പറയുന്ന വീഡിയോ, ആ വീഡിയോ എനിക്ക് ഒരു മിസ്റ്റേക്കും തോന്നിയില്ല. അവർ കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്കാർക്കൊരു നല്ല ഇൻഫോർമേഷൻ, അതായത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രൊലാപ്സ് വന്നേക്കാം സാധ്യതയാണ്. വന്നു എന്നോ ആർക്കെങ്കിലും വന്നു എന്നോ നാളെ തന്നെ വരുമെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നാളെ ആക്സിഡന്റ് ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കൂ. അല്ലാതെ ആ വണ്ടി കേടാണ് നിങ്ങളത് യൂസ് ചെയ്യേണ്ടെന്നല്ല അവിടെ പറഞ്ഞത്. പക്ഷെ അത് ഇങ്ങനെ വളച്ചൊടിച്ച് ഒരു ഡോക്ടർ പറഞ്ഞു എന്ന രീതിയിൽ ആ വീഡിയോ വരെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത്, ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് പ്രൊലാപ്സ് ഉണ്ട്, എനിക്ക് പ്രൊലാപ്സ് വരുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് ഒരു ലേഡി ക്വസ്റ്റ്യൻ ആരിട്ട് കഴിഞ്ഞാലും അതിന് മറുപടി അങ്ങനെ കിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഉണ്ടോ? അതിൻ്റെ താഴെയുള്ള കമൻസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടോ എന്ന് സംശയം, എനിക്ക് അങ്ങനെ തോന്നി. ഒരാൾ എഴുതിയിരിക്കുകയാണ്, എനിക്ക് വെച്ചപ്പോൾ ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ തോന്നി, ഇപ്പൊ അത് ഒഴിവാക്കിയപ്പോൾ ആ പ്രോബ്ലം ഇല്ല. ഇറങ്ങി വന്ന ഗർഭപാത്രം കപ്പ് നിർത്തിയപ്പോൾ താനെ ഇങ്ങനെ മുകളിലോട്ട് പുഷ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് പോയതായിരിക്കും. എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലീഡിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ഉണ്ടോ എന്നൊരു സംശയം തോന്നുക സ്വാഭാവികമാണ്. ഇനി നമുക്ക് ഡൗട്ടിലേക്ക് പോവാം. മെൻസ്ട്രൽ കപ്പ് യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാക്കുമോ? ഇല്ല. സ്റ്റഡീസ് വെച്ചിട്ട് നോട്ട് ഈവൻ എ സിംഗിൾ കേസ് ഓഫ് യൂട്രൈൻ പ്രൊലാപ്സ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് സോ ഫാർ വേൾഡ് വൈഡ് വിച്ച് ഇസ് പ്രൂവൺ ഡ്യൂ ടു മെൻസ്ട്രൽ കപ്പ്. അതായത് ഇതുവരെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെൻസ്ട്രൽ കപ്പിന്റെ പഠനങ്ങളിൽ ഒരുപാട് പഠനങ്ങളൊന്നുമില്ല, എന്നാലും ഇതുവരെയുള്ള പഠനങ്ങളുടെ റിപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു മെയിൻ പഠനത്തിന്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ കാണിക്കാം. 500 ലേഡീസിൽ എടുത്ത സ്റ്റഡീസിൽ വന്ന സൈഡ് എഫക്ട്സും കാര്യങ്ങളും അവിടെ എവിടെയും യൂട്രൈൻ പ്രൊലാപ്സ് പ്രതിപാദിക്കുന്നില്ല, യൂട്രൈൻ പ്രൊലാപ്സ് കിട്ടിയതായിട്ട് കാണിക്കുന്നുമില്ല. നമ്മൾ ഈ പറയുന്നത് യൂട്രൈൻ പ്രൊലാപ്സ് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മളൊരു സർവിക്സിന്റെ താഴെ വാക്വം പ്രഷറിൽ ഈ മെൻസ്ട്രൽ കപ്പ് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ താഴെ വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റെം ഒരിക്കലും അത് പിടിച്ച് വലിക്കാനുള്ളതല്ല. അത് നമ്മൾ ശരിക്കും ആ ഒരു മെൻസ്ട്രൽ കപ്പ് എവിടെ ഇരിക്കുന്നു എന്ന് നമ്മുടെ ഹാൻഡ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെം വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അത് പിടിച്ച് വലിക്കാതെ മാക്സിമം അകത്തോട്ട് കൈയിട്ട് ഒന്ന് പിൻ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു എയർ പോകുന്ന ഒരു സൗണ്ട്.
അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഊരിയെടുക്കുക, അല്ലാതെ നേരെ പിടിച്ച് വലിക്കരുത് എന്ന് വെച്ച് നിങ്ങൾ ആ കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്കത് വലിക്കുമ്പോൾ കൂടെ ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്നു, ഞാൻ അങ്ങനെ വലിച്ചപ്പോൾ യൂട്രസ് താഴോട്ട് ഇറങ്ങി വന്നു, എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇത്രയും പെട്ടെന്ന് ഇറങ്ങി വരുന്ന ഒരു വസ്തുവാണോ ഈ യൂട്രസ് എന്ന് തോന്നിപ്പോയി. നിങ്ങൾ ഈ പറയുന്ന ഫീലിംഗ്, താഴോട്ട് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഈ ഫീലിംഗ് വാക്വം പ്രഷറാണ്. നിങ്ങൾ ആ പ്രഷർ റിലീസ് ചെയ്യാതെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ്, എനിക്ക് പോലും ഞാൻ ശ്രമിച്ചു നോക്കി എങ്ങനെയാണെന്ന്, അത് വല്ലാത്ത ഫീലിംഗ് ആണത്. താഴോട്ട് ഇങ്ങനെ എന്തോ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് അത് ശരിക്കും ഉണ്ടാവും. ദാറ്റ് ഈസ് വാക്വം പ്രഷർ. ആ വാക്വം പ്രഷർ നമ്മൾ റിലീസ് ചെയ്ത് വലിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ്, താഴോട്ട് ഇറങ്ങി വരുന്ന ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പലരും പറയുന്ന ഈ ഫീലിംഗ് വാക്വം പ്രഷറിന്റെ ആണ്, യൂട്രസ് ഇറങ്ങി വരുന്നതിന്റെ അല്ല. നിങ്ങൾ അങ്ങനെ എന്തോ ഇറങ്ങി വരുന്നു എന്ന് ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് താഴെ കമന്റ് ഇട്ട് ആൾക്കാർ ദയവ് ചെയ്ത് ഒരു ഗൈനക് പരിശോധന നടത്തി അവരുടെ യൂട്രസ് എത്ര ഡിഗ്രി താഴോട്ട് ഇറങ്ങി, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് തേർഡ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആകുമ്പോഴാണ് ഇൻട്രോയിറ്റസിന്റെ അവിടെ എത്തുന്നത്, അത് കഴിഞ്ഞ് തേർഡ് ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ വെജനൽ ഓപ്പണിങ്ങിന്റെ പുറത്തെത്തും. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ഡോക്ടറെ പോയി കാണിച്ച് എക്സാമിൻ ചെയ്ത്, ഡോക്ടേഴ്സ് ഫസ്റ്റ് ഡിഗ്രി ഡിസെന്റ് ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഡിസെന്റ് ഉണ്ടെന്ന് എക്സാമിൻ ചെയ്ത് ഫൈൻഡിങ് നിങ്ങളൊന്ന് അവിടെ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ എനിക്ക് ആ ഒരു താഴോട്ട് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് പ്രൊലാപ്സ് അല്ല, അത് വാക്വം പ്രഷറാണ്. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം താഴോട്ട് പിടിച്ചു വലിച്ചു എന്ന് കരുതി കൂടെ ഇറങ്ങി വരുന്ന സാധനം അല്ല ഈ യൂട്രസ്. അത് നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് മാസത്തിൽ 4-5 പ്രാവശ്യം, 4-5 ദിവസമാണ്. അതിൽ എല്ലായ്പ്പോഴും എപ്പോഴും ഈ സ്റ്റമ്പ് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ? ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് ജോസ്മിയൊക്കെ പറഞ്ഞ പോലെ ചിലപ്പോൾ അകത്തോട്ട് കയറി പോണ സമയത്ത് ഒരു പ്രാവശ്യം അങ്ങനെ വലിച്ചു എന്ന് കരുതിയിട്ടൊന്നും ഇതൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ പ്രഷർ റിലീസ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് അബ്നോർമൽ ആയിട്ട് വലിച്ചാൽ ചിലപ്പോൾ ഒരു 8, 10, 15 വർഷം കഴിയുമ്പോഴേക്കും യൂട്രസ് പുറത്തെത്തിയേക്കാം. അല്ലാതെ ഇന്ന് വലിച്ചിട്ട് നാളെ വരുമെന്നല്ല പറഞ്ഞത്. ഓക്കെ, ഇനി യൂട്രസ് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി വരുന്ന ഒരു സംഭവം അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഡെലിവറിയിൽ അത്രയും പുഷ് ചെയ്യുമ്പോൾ എത്രമാത്രം പ്രഷർ അവിടെ വരുന്നുണ്ട്, എന്നിട്ട് യൂട്രസ് താഴോട്ട് വരുന്നുണ്ടോ? ആർക്കെങ്കിലും 4-5 പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് പെൽവിക് ഫ്ലോർ വീക്കായിട്ടൊക്കെ വരാം, അല്ലാതെ ഒരു ഡെലിവറി കൊണ്ടൊന്നും വരില്ല. അപ്പൊ ഈ 4 കുറേ പ്രാവശ്യം ക്ഷതമേറ്റ് കഴിഞ്ഞാൽ, പെൽവിക് ഫ്ലോറിൽ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന ആൾക്കാർ താഴെ വരുന്ന യൂട്രസ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മെൻസ്ട്രൽ കപ്പ് കൊണ്ടാണ് എന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ്? മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് പ്രൊലാപ്സ് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാതെയും പ്രൊലാപ്സ് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് എന്ന് തെളിയിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കുറേ കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കഴിഞ്ഞ് പ്രൂവ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഗവേഷണത്തിനും സ്റ്റഡീസിനുമായിട്ട് ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ കടത്തി വെട്ടി നമ്മൾ ഈ വീട്ടിലിരുന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കിങ്ങനെ വന്നു കിട്ടോ, ഇനി നിങ്ങൾ ആരും യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. പ്രൊലാപ്സ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്നവരിൽ എത്ര പേര് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ സ്ട്രോങ് ആക്കുന്നുണ്ട്? അതൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ ചിലപ്പോൾ ഒബീസ് ആയിരിക്കും, വെയിറ്റ് മാനേജ് ചെയ്യാത്തവരായിരിക്കും, കോർ സ്ട്രെങ്ത് ഇല്ലാത്തവരായിരിക്കും, നിങ്ങൾ 4-5 ഡെലിവറി കഴിഞ്ഞവരായിരിക്കും, ഡെയിലി സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായിരിക്കാം, പിന്നെ പെരിനിയമൊക്കെ ലൂസായി കിടക്കുന്നവരായിരിക്കാം, പിന്നെ ക്രോണിക് ചുമയുള്ളവരായിരിക്കാം, ആസ്മ, ഡെയിലി രാത്രിയൊക്കെ കിടന്ന് ചുമയ്ക്കുന്നവരായിരിക്കാം, അബ്ഡോമിനൽ പ്രഷർ കൂടാം, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, ഡെയിലി നിങ്ങൾ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടി ഒരുപാട് പ്രഷർ കൊടുത്ത് മോഷൻ പാസ് ചെയ്യുന്നവരായിരിക്കാം. ഇതെല്ലാം പ്രൊലാപ്സിന് കാരണമാണ്. ഇതൊക്കെ ആരെങ്കിലും ഒരാൾക്ക് പ്രൊലാപ്സ് വരുമ്പോൾ ഇതെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഇതൊന്നും അല്ല റീസൺ, ഇത് മെൻസ്ട്രൽ കപ്പ് കൊണ്ടാണെന്നൊക്കെ തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനൊക്കെയുള്ള സ്റ്റഡീസും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി അവരൊന്ന് സ്റ്റഡിയൊക്കെ നടത്തിക്കോട്ടെ. ഇതുവരെയുള്ള സ്റ്റഡിയിലൊന്നും ഇതുവരെ അങ്ങനെ ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് പ്രൊലാപ്സ്, അതൊരു ലോങ് ടേം ആണ്, ഒരു പ്രാവശ്യം വലിക്കുമ്പോൾ കൂടെ വരില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പിന്നെയും പറഞ്ഞോട്ടെ. അപ്പോൾ അവരൊന്ന് പഠനങ്ങളൊക്കെ ഒന്ന് നടത്താൻ നമ്മൾ മലയാളികളൊന്ന് സമ്മതിക്കൂ. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും കാലത്ത് ഒരു 8-10 വർഷം കഴിഞ്ഞ് ഇങ്ങനെ കുറേ സ്റ്റഡീസ് നടത്തുമ്പോൾ മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ വല്ലപ്പോഴും വലിച്ചാലും ഇങ്ങനെ വരുമെന്നൊക്കെ ഒന്ന് തെളിയിച്ച് കഴിയുമ്പോൾ നമുക്ക് തൽക്കാലം ബാൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഞാൻ ലിറ്ററേച്ചർ എല്ലാം തപ്പിയപ്പോൾ ഈവൻ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഫസ്റ്റ് ഡിഗ്രി പെൽവിക് മസിൽ വീക്കായി ഫസ്റ്റ് ഡിഗ്രി പ്രൊലാപ്സ് ഉള്ളവർക്ക് പോലും സേഫായി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം എന്നാണ് കണ്ടത്. ഇനി കുറേ പേർക്ക് കണ്ടത് യൂറിനറി കംപ്ലയിൻസ് ആണ്. അതിലെനിക്ക് തെറ്റു പറയാൻ പറ്റില്ല, ചില ആൾക്കാർക്ക് ഉണ്ടാവാം യൂറിനറി കംപ്ലയിൻസ്.
ബിക്കോസ് നമുക്ക് അനാട്ടമി വെച്ച് നോക്കുമ്പോൾ വെജനയുടെ അകത്തേക്ക് നമ്മളൊരു കപ്പ് കയറ്റി വെക്കുകയാണ്. അതിന്റെ തൊട്ട് മുന്നിലാണ് യൂറിനറി ബ്ലാഡറും അത് യൂറീത്രയും നിൽക്കുന്നത്. അപ്പൊ യൂറീത്ര നമ്മളൊരു യൂറീത്ര ഒരു കുഞ്ഞ് നാരോ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അതിന്റെ ബാക്കിൽ ഇത്രയും പ്രഷർ കൊടുക്കുമ്പോൾ അത് പിടിച്ച് പ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോരുത്തരുടെ അനാട്ടമി പോലെ ഇരിക്കും. ചിലർക്ക് യൂറീത്ര ബ്ലാഡർ ഒക്കെ കുറച്ച് ഓൾറെഡി വീക്കായി തൂങ്ങി കിടക്കുക, അതിന്റെ അനാട്ടമി ഒന്ന് മാറി കിങ്കായി കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ കപ്പ് സൈസ് കറക്റ്റ് ആവാഞ്ഞിട്ടായിരിക്കും. വെജൈന ഭയങ്കര നാരോ ആണ്. നമ്മൾ കുറച്ചുകൂടെ സൈസ് കൂടിയ കപ്പൊക്കെ വെക്കുമ്പോൾ അതിന്റെ പ്രഷർ ഇഫക്റ്റും പുറത്തോട്ട് വരുന്നതാവാം. വരില്ല എന്നൊന്നും ഞാൻ പറയില്ല. അത് കപ്പിന്റെ പ്രോബ്ലം അല്ല, നമുക്ക് ഊഹിക്കാമല്ലോ, അത് കപ്പിന്റെ പ്രോബ്ലം അല്ല. അത് വെക്കുമ്പോൾ ചില ആൾക്കാരുടെ യൂറീത്ര അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല, അതിന്റെ മുകളിലോട്ട് അതിന്റെ ഒരു പ്രഷർ വരുന്നു. അപ്പോൾ ആ സമയത്ത് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ഞാൻ ഒരു സ്റ്റഡി ഇവിടെ കാണിക്കാം. അതിൽ 500 പേര് ചെയ്തതിൽ 5 പേർക്കാണെന്ന് തോന്നുന്നു, 5 പേർക്ക് യൂറിനറി കംപ്ലയിൻസ്. അപ്പം 500 പേരിൽ 5 പേർക്ക് വന്നാൽ ബാക്കി 495 പേർക്കും ഇല്ല എന്നല്ലേ അർത്ഥം. അപ്പൊ അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അത് സൈഡ് എഫക്റ്റിന്റെ ക്രൈറ്റീരിയയിലൊന്നും വരില്ല. അത് ഓരോരുത്തരുടെ ബോഡിയുടെ അനാട്ടമിയിൽ വരുന്ന പ്രോബ്ലംസ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ, മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടോ, നിങ്ങൾ യൂസ് ചെയ്യണ്ട, നിങ്ങൾക്കത് സ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ അനാട്ടമി നിങ്ങളുടെ യൂറീത്രയുമായിട്ട് ആ മെൻസ്ട്രൽ കപ്പ് സ്യൂട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ സൈസ് ഒന്ന് മാറ്റി നോക്കൂ. അതിന്റെ ചെറിയ സൈസ് വെക്കുമ്പോൾ ആ പ്രഷർ റിലീവ് ആവുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ. വേറെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അത് പക്ഷെ അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയില്ല. സെർവൈക്കൽ ലെങ്ത് കുറഞ്ഞു വരുന്നു, അതൊക്കെ വെറും മണ്ടത്തരായിട്ടേ തോന്നിയുള്ളൂ. കാരണം സെർവൈക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു സെർവിക്സിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓപ്പണിങ്ങിന് ഇടയിലുള്ള ലെങ്ത് ആണ്. നമുക്ക് PV നോക്കിയാലൊന്നും കിട്ടുന്ന, ഉള്ളു പരിശോധിച്ചാലൊന്നും കിട്ടുന്ന ലെങ്ത് അല്ല. ഒരു അൾട്രാസൗണ്ട് ഫൈൻഡിങ് മാത്രമാണ്. ആ ഒരു ലെങ്ത്തിനെയൊക്കെ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് വല്ലപ്പോഴും വലിച്ചിട്ട് കുറയ്ക്കുമോ എന്നുള്ളതൊന്നും ഇന്ന് വരെ കേട്ടുകേൾവി പോലും ഇല്ല. രണ്ടാമത്തത് സിലിക്കൺ വെച്ച് ക്യാൻസർ. എന്താണ് നമ്മൾ സിലിക്കൺ ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു വസ്തു ആയതുകൊണ്ടാണ് നമ്മൾ ബോഡിയുടെ ബ്രസ്റ്റ് ഇംപ്ലാന്റേഷനിലൊക്കെ നമ്മൾ ബ്രസ്റ്റ് തുറന്ന് അകത്ത് ഇംപ്ലാന്റ് ആയിട്ട് വെക്കുന്ന പോലും ഈ സിലിക്കൺ ആണ്. എന്നിട്ട് പോലും ഇല്ലാത്ത ക്യാൻസർ ആണോ ഈ വല്ലപ്പോഴും അകത്ത് വെക്കുന്ന? അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള സംഭവമാണ് ഈ സിലിക്കൺ ഒന്നും. അതിനൊന്നും ക്യാൻസർ ഉണ്ടാക്കില്ല. പിന്നെ എന്തോ ഒരു പൈൽസ് ഇഷ്യൂ പറഞ്ഞു. അത് ഐ ഡോണ്ട് നോ. പൈൽസ് ഈ പറഞ്ഞ പോലെ തന്നെ, ഈ പുറത്ത് മുന്നിലോട്ട് യൂറീത്ര പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കിൽ പൈൽസ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ ഏനൽ കനാലിന്റെ സൈഡിലുള്ള ബ്ലഡ് വെസൽസിന് പ്രഷർ വന്നിട്ടാണ് പൈൽസ് വരുന്നത്. അപ്പൊ ആ ബ്ലഡ് വെസൽസിന്റെ മുകളിലോട്ട് വീണ്ടും ഒരു മെൻസ്ട്രൽ കപ്പ് പുറത്തുനിന്ന് ഒരു പ്രഷർ കൂടുതൽ ചെലുത്തി കഴിഞ്ഞാൽ ഉള്ള പൈൽസ് കൂടുമോ എന്നുള്ളതൊക്കെ പൈൽസിന്റെ ഗ്രേഡ് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ കപ്പ് അവിടേക്ക് പ്രഷർ വരുമോ എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ അനാട്ടമി പോലെ ഇരിക്കും. നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ പൈൽസിന്റെ ഗ്രേഡ് കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ, കപ്പിന്റെ സൈസ് കുറച്ച് നോക്കൂ, എന്നിട്ടും കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട. അല്ലാതെ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് ആർക്കും പൈൽസ് വരില്ല, മെൻസ്ട്രൽ കപ്പ് പൈൽസ് ഉള്ളവരെല്ലാം യൂസ് ചെയ്യാൻ പാടില്ല എന്നില്ല. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഒരാളുടെ അടുത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇനി പൈൽസ് ഉള്ളവരെല്ലാം കൂടി ഞാൻ ഇനി മെൻസ്ട്രൽ കപ്പ് വെക്കുന്നില്ലേ എന്ന് പറയല്ലേ. നിങ്ങളൊക്കെ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ചോദിക്കുമോ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ പൈൽസ് ഏത് ഗ്രേഡ് ആണ്? അതിനാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ. എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായത്? മെൻസ്ട്രൽ കപ്പ് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ട് എല്ലാവരിലേക്കും എത്തട്ടെ. അത് ഇപ്പം ഈവൻ കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ പണ്ട് നമ്മൾ ഹൈമൻ പൊട്ടും അത്രയും ചുരുങ്ങിയ ഒരു ചിന്താഗതിയിൽ നിന്ന് അഡോളസന്റ് ഗേൾസ് പോലും ഇതൊക്കെ യൂസ് ചെയ്യാൻ മുതിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ. അതൊക്കെ ചെയ്യട്ടെ. നമുക്ക് മെൻസസ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവാതിരിക്കുക, പീരീഡ് ആണെന്ന് പോലും തോന്നാത്ത രീതിയിൽ നമുക്ക് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് വലിയൊരു കണ്ടുപിടുത്തം. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഓരോ വസ്തുക്കളും പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും പല സ്റ്റഡീസിലൂടെയും വന്നതാണ്. അതിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സ്യൂട്ട് ആവുന്നില്ല, നമുക്കൊരു വലിയ സൈഡ് എഫക്റ്റ് വരുന്നു എന്ന് തോന്നുമ്പോൾ ചിലതൊക്കെ നമ്മൾ പിൻവലിക്കാറൊക്കെ ഉണ്ട്. അതാണ് സയൻസ്. എന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഒഴിവാക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സാധനം ഒഴിവാക്കാം. അല്ലാതെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. നിങ്ങൾ ഇടുന്ന ഓരോ കമന്റ്സും ഓരോ വ്യക്തിയുടെ മനസ്സിലേക്കാണ് പോകുന്നത്. അവർക്ക് ഡൗട്ട്സ് ഉണ്ടാക്കുകയാണ്, അവരെ പാനിക് ആക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക.
ആൾക്കാരുടെ കണ്ടുപിടുത്തങ്ങളുടെയും ഇതിനെയും നിങ്ങൾ ഇങ്ങനെ ഇത്രയും ലാഘവത്തോടെ എടുക്കാതിരിക്കുക. മലയാളികൾ മാത്രമല്ല മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നത്, ലോകത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെല്ലാവരും എത്രയോ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാം പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി വലിയ വലിയ ജേർണൽസിൽ വരും ഇന്നതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇവിടെ ആരും മെൻസ്ട്രുവൽ കപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ ഡോക്ടേഴ്സ് എല്ലാം ഇത് ഹൈഡ് ചെയ്തിരിക്കുക. ഡോക്ടേഴ്സ് ആരും ഹൈഡ് ചെയ്തിരിക്കുന്നില്ല. പ്രോബ്ലംസ് ഇല്ലാത്തത് കൊണ്ടാണ് ഡോക്ടേഴ്സും ഇല്ലാതിരിക്കുന്നത്. മെൻസ്ട്രുവൽ കപ്പ് സോ ഫാർ കേട്ടിടത്തോളം, വായിച്ചിടത്തോളം, ലിറ്ററേച്ചർ തപ്പിയിടത്തോളം സേഫാണ്. ഇനി അത് കാലങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ സേഫ് അല്ലാതിരിക്കോ ഇല്ലയോ എന്നുള്ളത് ഞാനല്ല തെളിയിക്കേണ്ടത്. അതിന് ഒരുപാട് സയന്റിസ്റ്റുകളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ മാറ്റി പറഞ്ഞേക്കാം. ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മെൻസ്ട്രുവൽ കപ്പ് ഇസ് ടോട്ടലി സേഫ്. ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം.